പരീക്ഷ എഴുതിയ 6000 പേരിൽ 120 പേരുടെ ലിസ്റ്റിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ മൊത്തം പരീക്ഷ എഴുതിയതിൻ്റെ 2% എങ്ങനെ അവർ ഉൾപ്പെട്ടു എന്നുള്ള അവരുടെ അനുഭവ കഥകൾ. തീർച്ചയായിട്ടും ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും പഠിക്കുന്നത്. ഓരോരുത്തരും അടിസ്ഥാനപരമായി BHMS പഠിക്കുമ്പോൾ തന്നെ ഒരു ബേസിക് നിലവാരത്തിലുള്ളവരായിരിക്കും. അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ പഠന രീതി അവരെ അതെങ്ങനെ സഹായിച്ചു എന്നുള്ളത് നമ്മൾക്ക് ഒരു പാഠമാകാൻ പറ്റുന്നതാണ്. ആദ്യ റാങ്ക് മുതൽ പ്രേംദീഷ്ണ പ്രീതം മുതൽ അമൃത ഡോക്ടർ, സഹല ഡോക്ടർ അഞ്ജു ശിവറാം, കഴിഞ്ഞ ലാസ്റ്റ് ഇതുപോലുള്ള സെഷനിൽ ഡോക്ടർ സനുശ്രീ നാരായണൻ, ഡോക്ടർ ഷിജിൽ പി, 8ാം റാങ്കായിരുന്ന ഡോക്ടർ ഷിജിൽ, ഡോക്ടർ സനുശ്രീ, അവർ വരെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മളോടൊപ്പം 13ാം റാങ്ക് ലഭിച്ച ഡോക്ടർ സാഗർ MK. ആദ്യത്തെ 15 പേരിൽ 2 മെയിൽ ഡോക്ടർമാരാണ് വന്നത്, ഡോക്ടർ ഷിജിലും ഡോക്ടർ സാഗറും, ഒപ്പം ഡോക്ടർ അരിമ പ്രകാശ്. ഇന്നത്തെ ഡോക്ടർമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ 2 പേരും എറണാകുളത്തെ ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. BHMS പഠനത്തിന് ഡോക്ടർ സാഗർ 2018 BHMS പൂർത്തിയാക്കി. 1-2 വർഷത്തെ പ്രാക്ടീസിന് ശേഷം 2020 PG ജോയിൻ ചെയ്തു. PGയും കഴിഞ്ഞു. ഡോക്ടർ അരിമ പ്രകാശ് 2022 ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് BHMS കഴിഞ്ഞ് ഇപ്പോൾ ഡൽഹിയിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയാവുന്ന നെഹ്റു കോളേജിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പേരും കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത്ര ഡോക്ടർമാർ ഇതിലേക്ക് കയറിയിട്ടില്ല. ഒരുപക്ഷെ ഈ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കും ലൈവായിട്ട് കേൾക്കാൻ മടി കാണിക്കുന്നത്. പിന്നെ ഈ നൊയമ്പിന്റെ കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ടും 8 മണിക്കുള്ള ക്ലാസ്സുകൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ചിലരൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, നമ്മൾ ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ പേർ കേൾക്കാൻ കഴിയും. ഇതിനുശേഷം അടുത്ത ദിവസം, അതായത് ഈ ഞായറാഴ്ച 14ാം റാങ്ക് കിട്ടിയ ഡോക്ടർ അഞ്ജന അശോകും 15ാം റാങ്ക് കിട്ടിയ ഡോക്ടർ അലിൻ സാറ അലക്സും. ഡോക്ടർ അലിൻ സാറ അലക്സ് ഒരു മോട്ടിവേഷൻ ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ AIPGT 2024 ഓൾ ഇന്ത്യയിൽ 6ാം റാങ്കും കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ റാങ്കുമായിരുന്നു ഡോക്ടർ അലിൻ സാറ അലക്സ്. ഇപ്പോ കൽക്കട്ട NIH PG ചെയ്യുന്നു. അലിൻ സാറ ഈ കഴിഞ്ഞ PSC 15ാം റാങ്കായിരുന്നു. അതുപോലെ അഞ്ജന അശോക് 14ാം റാങ്ക്. അവർ 2 പേരുമാണ് അടുത്ത ദിവസം ഈ ഞായറാഴ്ച നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. എനിവേ, കൂടുതലൊരു ആമുഖത്തിലേക്ക് പോകാതെ ഞാൻ സാഗർ ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാഗർ ഡോക്ടറുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ലേഡി ഡോക്ടേഴ്സിന്റെ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും മെയിൽ ഡോക്ടേഴ്സിന്റെ. കാര്യം അവരൊന്നും വലിയ പഠിപ്പിസ്റ്റുകളായിട്ട് BHMS പഠിച്ചവരാകണമെന്നില്ല. സാഗർ ഡോക്ടറെ കുറിച്ച് എനിക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ അറിയില്ല. ഏതായാലും സാഗർ ഡോക്ടർ തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കും. ഡോക്ടർ പ്ലീസ്. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ഗുഡ് ഈവനിങ് സർ. അപ്പോൾ ആദ്യമായിട്ട് സാറിന്, അശോക് കുമാർ സാറിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരുക്കി തരുന്നതിനും, അതുപോലെ തന്നെ ഇപ്പോൾ PSCക്ക് ഇന്റർവ്യൂയുടെ സമയത്ത് ആ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ നമ്മുടെ അറിവിനെക്കാട്ടിയും കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറിന്റെ ക്ലാസ്സിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദ്യമായിട്ട് സാറിന് താങ്ക് യു സർ. പിന്നെ വേറൊരു കാര്യം, സാറ് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം തന്നെ പറയാൻ ഇരുന്നൊരു കാര്യമാണ്. അതായത് ഈ UG പഠന സമയത്ത് എല്ലാ വർഷവും പാസ്സാവുമെങ്കിലും ഏറ്റവും അവസാനത്തെ റാങ്കിൽ വന്ന ഒരാളാണ് ഞാൻ. അതായത് ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് 3 വർഷം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം 4ാമത്തെ വർഷം സപ്ലി ആവുകയും ചെയ്ത്
അങ്ങനെ മൊത്തം 6 വർഷം എടുത്തിട്ടാണ് BHMS കോഴ്സ് പൂർത്തിയാക്കിയത്. പിന്നെ അതിനുശേഷം 2 വർഷം ക്ലിനിക്കിലിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ PG പഠിക്കാന്നുള്ളൊരു തോന്നലുണ്ടായി PG പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോ ആ ഒരു സമയമാകുമ്പോഴേക്ക് ഈ ഒരു BHMS സിലബസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു ഫസ്റ്റത്തെ ഒരു PG എക്സാമിനാണെങ്കിൽ ഈ ഓർഗനോണിന്റെ എഡിഷൻസ് വരെ ഞാൻ തെറ്റിച്ചിട്ടാണ് അതിന് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എത്ര എത്ര നമ്മളെ ലെവൽ ഏത് തന്നെ ആയാലും, കാരണം ഞാൻ അത്രയും ഒരു താഴ്ന്ന ഒരു ലെവലിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഈ BHMS സിലബസിൽ നമ്മളിപ്പോ PG ആണെങ്കിലും PSC ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു സിലബസ് എനിക്ക് തോന്നുന്നത് ഒരു വർഷം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. അപ്പോ ആദ്യം തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ, അതായത് ഇപ്പോ ഹോമിയോ സബ്ജക്റ്റിലാണെങ്കിലും മറ്റുള്ള സബ്ജക്റ്റിലാണെങ്കിലും ആ ഒരു ബേസിക് കൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഞങ്ങളെ PG ക്വസ്റ്റ്യൻസിന് ഒരു കൊർവോസിയർ ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ചോദിച്ചിട്ടുണ്ടായി. അപ്പം ആ ഒരു ലോ അതിന്റെ അപ്ലിക്കേഷൻ ലെവലാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ലോനെ കുറിച്ചിട്ട് അത്രയും ബേസിക് ആയിട്ട് ഉള്ള വിവരം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ചിലപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള MCQs കണ്ടുപോയിണ്ടാവും. പക്ഷെ ആ ലോ എന്താണ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ അപ്ലിക്കേഷൻ ലെവൽസിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ CNS ആണെങ്കിലും ഇനി അങ്ങോട്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി വരുന്ന സമയമാണല്ലോ. ഞാൻ PG എഴുതിയ സമയത്തും ഒക്കെ ആ ഒരു അപ്ലിക്കേഷൻ ലെവൽസ് ക്വസ്റ്റ്യൻസ് ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരോ പാർട്ടും പോവുക. അതായത് നമ്മളൊരു ഈ MCQ ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തും ആ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കണ്ട് നമുക്കത് മനസ്സിലായില്ലെങ്കിൽ അത് എപ്പോഴും ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു ആൻസർ മാത്രം പഠിക്കാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഒരു ടൈം നമുക്ക് പോവെങ്കിലും പിന്നീട് അത് ഒരു ലോങ് റണ്ണില് പിന്നീട് വരുന്ന MCQs, അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ എക്സാമിന് എഴുതുകയാണെങ്കിലും നമുക്ക് അപ്പോഴൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻസ് തിരിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിൽ മെറ്റീരിയ മെഡിക്ക കീനോട്ട് ഒരു ഡ്രഗ് എല്ലാ ദിവസവും വായിക്കുക, ഒരു ഡ്രഗ് എല്ലാ ദിവസവും പഠിച്ചിട്ട് പോവാം, പഠിക്കുക എന്നുള്ളതായിരുന്നു. അതായത് രാവിലെ എഴുന്നേറ്റ് ഉള്ള ഒരു ടൈമായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ റെഡി ആയി വന്നിട്ട് ഒരു ഡ്രഗ് വായിക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ഈ തലേന്ന് വായിച്ച ഡ്രഗും വായിക്കാം, പിന്നെ പുതിയൊരു ഡ്രഗും വായിക്കാം. അപ്പൊ അങ്ങനെ ഓരോ ദിവസം അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 6 monthsന്റെ ഉള്ളിൽ ഈ മെറ്റീരിയ മെഡിക്ക കീനോട്ടിലുള്ള ഒരുവിധ എല്ലാ ഡ്രഗും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ആ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന്റെ അകത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എല്ലാ ദിവസവും ഒരു ഡ്രഗ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേർഡൻ ആയിട്ട് ഈ മെറ്റീരിയ മെഡിക്ക പിന്നെ തോന്നില്ല. അതുപോലെ തന്നെ ബോറിക് ഞാൻ അവോയ്ഡ് ചെയ്തൊരു പാർട്ടാണ്. കാരണം അത് എനിക്ക് ഒരു വാല്യൂ ഫോർ ഒരു ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത്. ആ സമയം കൂടി ഞാൻ ഈ ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. കാരണം പിന്നെ അതുപോലെ തന്നെ നാഷ്, പിന്നെ ഈ വേറെ മെറ്റീരിയ മെഡിക്കാസ് ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ വായിക്കാന്നല്ലാതെ അതൊരു പഠിക്കാൻ വേണ്ടിയിട്ട് അത് വായിച്ചില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയ മെഡിക്ക കീനോട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ക്രാക്ക് ദ എൻട്രൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഹോമിയോ സബ്ജക്റ്റുകളൊക്കെ ഈ ഫാർമസി,
CR-ഉം നോട്ടുകൾ എഴുതിയിട്ട് റൂമിൽ ഒട്ടിച്ചിട്ടാണ് ഞാൻ പഠിച്ചുള്ളത്. അതായത് അത് പഠിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ടൈം വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. അതിന്റെ നോട്ടുകൾ, അതായത് ഇപ്പോൾ റെപ്പർട്ടറി ആണെങ്കിൽ ബേസിക് റെപ്പർട്ടറീസിന്റെ റൂബ്രിക്കുകൾ, ചാപ്റ്റേഴ്സ് എല്ലാം എഴുതിയിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കും. അതുപോലെ തന്നെ ഫാർമസി ആണെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ വാല്യൂസ്, മെഷർമെന്റ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ഇന്റർവെല് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ ഇങ്ങനെ വെറുതെ ഓരോരോ പേപ്പറുകളായിട്ട് വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 6 മന്ത്സ് മുന്നേ തന്നെ ഞാൻ ഇതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പൊ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇത് ഒരുവിധം എല്ലാം കാര്യങ്ങളും എനിക്ക് അത് പഠിക്കാതെ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാമിന് പോകുന്നതിന്റെ മുന്നേ ഒരു മണിക്കൂർ എടുത്ത് ഞാൻ അത് വായിച്ചു നോക്കുകയാണ് മാത്രമേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഫാർമസിയും റെപ്പർട്ടറിയും പഠിച്ചുള്ളത്. പിന്നെ ഓർഗനോൺ ആണെങ്കിൽ ഓർഗനോൺ മാത്രമാണ് സമയം ചെലവഴിച്ചിട്ട്, അതായത് സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ളത്. അപ്പൊ ഓർഗനോണ് എനിക്ക് പറയാനുള്ളത്, ഇനി ഞങ്ങളെ PSC എക്സാമിനും ഓർഗനോണ് ഒരു ഓർഗനോൺ ഓഫ് മെഡിസിന്റെ ഉള്ളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പൊ ഓർഗനോണ് ഡഡ്ജന്റെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഒരു തവണെങ്കിലും അത് വായിക്കുക, 1-2 തവണെങ്കിലും അത് വായിക്കുക. അതിന്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലും അത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോ അത് പലതും നമ്മളിപ്പോ ഒരു മോഡേൺ പ്രാക്ടീസിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഓർഗനോൺ PG ആണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ ക്ലിനിക്കൽ പ്രാക്ടീസസ് ഒക്കെ ഇങ്ങനെ ഹാനിമാൻ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ മോഡിഫിക്കേഷൻസ് ആണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് ഇനി വരുന്ന PSC എക്സാമിനും ഒക്കെ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. പിന്നെ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാമിന് ഒരു 60% ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 50% ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും എഴുതാൻ അതായത് അത്യാവശ്യം ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു മീഡിയം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ടഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും നമ്മളുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത് ഒരു റാങ്ക് ഡിറ്റർമൈനിങ് ക്വസ്റ്റ്യൻസിലേക്കാണ്. കാരണം അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 1-2 എണ്ണം നമുക്ക് മിസ്സായി കഴിഞ്ഞാലും നമ്മളെ റാങ്കിൽ അത് പ്രതിഫലിച്ചോളുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു റാങ്ക് ഡിറ്റർമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു 10-20-15-20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എവിടെയായിരിക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം ഇപ്പം കഴിഞ്ഞ PSC എക്സാം എടുത്താൽ തന്നെ കുറെ ആളുകൾ ഈ ഒരു 45-50 ആ റേഞ്ചിൽ ഉണ്ട്. പക്ഷെ അതിന്റെ മുകളിലേക്ക് 55ലേക്ക് കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ആ ഒരു വളരെ ചെറിയൊരു ഏരിയയിലാണ് ഈ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്, ഒരു 10-15 ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഭൂരിഭാഗം എണ്ണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റാങ്ക് നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റാങ്ക് ഡിറ്റർമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് പഠിക്കാം. പിന്നെ അതിന്റെ കൂടെ അതിന്റെ ഒരു എക്സ്ട്രാ ആയിട്ട് ഉള്ള ഒരു കാര്യം കൂടി പഠിക്കുക. അതായത് ഇപ്പോൾ ഒരു കൺസെപ്റ്റിന്റെ കൂടെ തന്നെ ചിലപ്പോൾ അതിന്റെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഇൻഫർമേഷനും കൂടി ഉണ്ടാവും. പല ടെക്സ്റ്റ് ബുക്കുകളിലും അങ്ങനെ ഉണ്ടാവും. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്തിടുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ചെറിയൊരു ഭാഗം കൂടി അതിന്റെ കൂടെ ഈ ഒരു ഇതുണ്ടാവും. ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അത് ഇങ്ങനെ ഒരു ചിലപ്പോൾ ഒരു ബോക്സിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഉപയോഗിച്ച ടെക്സ്റ്റ് ബുക്ക് ഞാൻ സക്സസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സക്സസിന്റെ അതായത് PM നോൺ ഹോമിയോപ്പതിക് സബ്ജക്റ്റുകൾക്ക് ഒരു സക്സസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അകത്തൊക്കെ എക്സ്ട്രാ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ ഒരു അഡീഷണൽ ഇൻഫർമേഷൻസ് ഓരോ സബ്ജക്റ്റിലും ഓരോ ടോപ്പിക്കിലും ഉണ്ടാവും. അപ്പൊ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ അതും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ആ ബേസിക് കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം, അതിന്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം.
പിന്നെ മറ്റൊരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ റിവിഷനാണ്. നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മളത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 1 മന്തിന്റെ ഉള്ളിൽ അതിന്റെ ഭൂരിഭാഗം ഒരു 90% കാര്യങ്ങൾ നമ്മൾ മറന്നു. അതുകൊണ്ട് തന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിലെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ 1 വീക്ക് ഓർ 2 വീക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു റിവിഷനിലൂടെ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ഒരു 1 2 തവണയെങ്കിലും റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ PSCക്ക് ഒരു 3 തവണയാണ് റിവിഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ലാസ്റ്റ് 1 മന്ത് 2 മന്ത് എക്സ്ട്രാ ആയിട്ട് ഒന്നും പഠിച്ചില്ല. ഉള്ള ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്താലേ നമ്മള് എക്സാമിന്റെ സമയത്ത് നമുക്കത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സാമിന്റെ സമയത്ത് നമ്മളെ ടെൻഷൻ കൊണ്ടും ഒക്കെ മറന്നു പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മെമ്മറി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാളിൽ ഒട്ടിച്ച് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് പഠിക്കാതെ തന്നെ നമ്മൾ മെമ്മറിയിലുണ്ടാവും. അതായത് നമുക്കത് അതിന് നമ്മൾ എക്സ്ട്രാ ടൈം എടുത്ത് ചെലവഴിക്കാതെ നമ്മളെ പഠിക്കേണ്ട സമയം ചെലവഴിക്കാതെ നമുക്കത് സ്ഥിരമായിട്ട് കാണുന്ന സമയത്ത് നമ്മളെ മെമ്മറിയിൽ അത് പതിയും. പ്രത്യേകിച്ച് ഈ എൻ്റെ ഒരു സജഷൻസ്, നമ്മൾ റെപ്പർട്ടറി അതുപോലെ തന്നെ ഫാർമസി ഒക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് കുറെ വാല്യൂസ്, ചാപ്റ്റർ, റൂബ്രിക്കുകൾ അതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കാനുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ടൈം എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് കുറെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ടൈം നമുക്ക് അവിടെ ലാഭിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്ത 1, 2 ടെക്നിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതുപോലെ വാളിലൊട്ടിച്ച് വെച്ച് അത് ഡെയിലി കണ്ട് കണ്ട് പഠിക്കണം. വേറൊന്ന്, ഞാൻ 25 മിനിറ്റ്സ് ആണ് ന്റെ സെഷൻസ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു 25 മിനിറ്റ്സ് ഫോണിൽ ടൈമർ വെക്കും. എന്നിട്ട് ആ 25 മിനിറ്റ്സ് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കും. എന്നിട്ട് 25 മിനിറ്റ്സ് എന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ എന്തെങ്കിലും റിലാക്സ് ചെയ്യുക. അതായത് ഈ ഫോൺ നോക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ അധികം സ്ട്രെയിൻ വരാതെ എന്തെങ്കിലും പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കോളേജിൽ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് PSC എഴുതിയത്. അതുകൊണ്ട് കോളേജിലാവുന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് 25 മിനിറ്റ്സ് പഠിക്കുക. അപ്പോൾ നമ്മളെ 1, 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ ഒക്കെ വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ ഫെറ്റീഗ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു 2 അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ 25 മിനിറ്റ്സ് പഠിക്കുക, പിന്നെ ഈ ഒരു മെത്തേഡിൽ പഠിച്ചപ്പോഴാണ്. അതാണ് ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. പിന്നെ വേറൊരു മെത്തേഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഓർമ്മ ഉണ്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് കുറെ ഡൗട്ട്സ് വരും. നമുക്കിപ്പോ വേറൊരാൾക്ക് ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ അകത്ത് ചിലപ്പോൾ നമുക്ക് ആ പഠിച്ച സമയത്ത് തോന്നാത്ത ഡൗട്ടുകൾ തോന്നും, അല്ലെങ്കിൽ പഠിച്ച സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നുപോയിണ്ടാവും. അപ്പൊ അത് നമ്മൾ വീണ്ടും റീഫ്രഷ് ചെയ്യും. അപ്പൊ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരു മെത്തേഡാണ്. പിന്നെ വേറെ ഒന്ന്, ഡൗട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യണം. അതായത് ചിലപ്പോൾ നമ്മൾ വെറുതെ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പഠിച്ചൊരു കാര്യത്തിൽ പെട്ടെന്നൊരു ഡൗട്ട് തോന്നുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നത്തേക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കരുത്. അല്ല, പിന്നത്തേക്ക് വെക്കരുത്. അത് അപ്പം തന്നെ ഫോൺ എടുത്ത് പരമാവധി അപ്പം തന്നെ ഫോൺ എടുത്ത് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെച്ച് നമ്മൾ ആ ഒരു സമയത്തുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക. ആ ഒരു പറ്റുകയാണെങ്കിൽ ആ ഒരു ഡൗട്ട് വന്ന ഭാഗങ്ങൾ കൂടി പഠിക്കുക. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല്, ഇപ്പൊ പണ്ടൊക്കെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് പറ്റിയൊരു കാര്യമാണ്, നമ്മൾ ആ ഒരു കാര്യം ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളത് പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത് നോക്കാന്ന് വിചാരിച്ച് വെക്കും. പക്ഷെ പിന്നീട് അത് നോക്കാൻ മറന്നു, എക്സാമിന് അതേ കാര്യം തന്നെ ചോദിക്കും. അപ്പൊ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം.
അതായത് ഒരു 4 മണിക്കൂറാണ് പഠിക്കാൻ പറ്റുന്നത്, 5 മണിക്കൂറാണ് പഠിക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു ടൈം എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 മന്ത് 1 ഇയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് പ്ലാനുകൾ ഉണ്ടാക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ ഒരു 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒക്കെ നമ്മൾ പ്ലാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കൂല. അപ്പൊ നമുക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ തോന്നും. അപ്പോൾ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എന്നിട്ട് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഒട്ടും പഠിക്കാൻ തോന്നാത്ത ചില ദിവസങ്ങളുണ്ടാവും. അതായത് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില ദിവസം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ തോന്നും, ചില ദിവസം ഒട്ടും പഠിക്കാൻ തോന്നൂല. അപ്പോൾ ഇങ്ങനെ ഒട്ടും പഠിക്കാൻ തോന്നാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മള് ആ ദിവസവും നമ്മൾ ഈ നമ്മള് പ്ലാൻ നടത്തിയെടുക്കാൻ വേണ്ടി നോക്കുക. അതായത് നമ്മളിപ്പോ 4 അവേഴ്സ് ആണ് പഠിക്കാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 അവേഴ്സ് ഒരു എന്തെങ്കിലും ഒന്ന് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മളുടെ പ്ലാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഈ പ്ലാനിന് നമ്മൾ വ്യതിചലിക്കാതിരിക്കുക. ഇനി നമുക്ക് കൂടുതൽ പഠിക്കാൻ തോന്നുന്ന ദിവസമാണെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കുക, അതുമായിട്ട് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പഠിത്തം ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 മന്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അച്ചീവ് ഒരു ഇപ്പൊ PSC ആണെങ്കിൽ ഒരു 100 റാങ്കിന്റെ ഉള്ളിൽ തന്നെ വരാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. കാരണം അത്രയാണ് നമ്മുടെ ഹോമിയോ സിലബസ് ഉള്ളത്. ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു 1 ഇയറിന്റെ ഉള്ളിലൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാന് ഈ MCQ എക്സാമിന് യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്. അപ്പൊ അത് എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. എന്നിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പൊ അതൊരു 50% റൂളാണ്. അതായത് നമുക്കിപ്പോ ഒരു MCQ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉണ്ടാവുക. അപ്പൊ അതിന്റെ അകത്ത് ഒരു 2 ഓപ്ഷൻസ് എങ്കിലും അറിയുമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അതായത് നമുക്ക് പലപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് അതിന്റെ ആൻസർ നമുക്കറിയാം. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്ത അതായത് പകുതി അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പകുതി അറിയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു മുക്കാ ഭാഗം അറിയുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു 25% അറിയുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കറക്കി കുത്തുമ്പോഴാണ് നമുക്ക് കുറെ നെഗറ്റീവ് വരുന്നത്. അപ്പോഴാണ് നമ്മളെ നെഗറ്റീവിന്റെ എണ്ണം കൂടുന്നത്. അപ്പൊ നമുക്കത് പലപ്പോഴും നമ്മൾ കറക്കി കുത്തി കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ടിനെ ബാധിക്കാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 2 തവണ യൂസ് ചെയ്തതാണ് ഈ 50% റൂൾ. അതായത് നമുക്കിപ്പോ അതിന്റെ ഒരു 50% നമുക്ക് ആൻസർ അറിയെങ്കിൽ, അതായത് ഇപ്പൊ 4 ഓപ്ഷൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ എയും ബിയും ആൻസർ അല്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സിയോ ഡിയോ ആയിരിക്കും ആൻസർ വരിക. അപ്പൊ ഒരു 50% ചാൻസ് ഉണ്ട്. അതായത് അങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ആ രീതിയിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അകത്തൊരു പകുതിയെങ്കിലും നമുക്ക് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ അതിലും കുറവാണ് നമുക്കറിയെങ്കിൽ, അതായത് നമുക്ക് അതിൽ ഒരു ഓപ്ഷനേ അറിയുള്ളൂ, ബാക്കി 3 ഓപ്ഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എഴുതാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ 50% റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാത്രം എടുക്കുക. ഞാൻ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത ടെക്നിക്ക്. പിന്നെ ഞാൻ നെമോണിക്സ് ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ പരമാവധി നെമോണിക്സുകൾ കണ്ടുപിടിച്ച് നമ്മൾ യൂട്യൂബിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും നെമോണിക്സ് കിട്ടും. അതായത് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ നെമോണിക്സ്, അപ്പൊ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കുറെ കാര്യങ്ങൾക്ക് നെമോണിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു എക്സ്ട്രാ ബേർഡൻ ആയിട്ട് തോന്നില്ല കുറെ കാര്യങ്ങൾ. അപ്പോ ഇത്രയൊക്കെയാണ് ഞാൻ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ടെക്നിക്സ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കീ ആയിട്ട് എനിക്ക് തോന്നിയത്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നതും റിവിഷൻ ചെയ്യുന്നതും. നമ്മൾ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ ഇത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗോളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും ഒരു അവര് വിചാരിച്ച ഉയരങ്ങളിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അശോക് കുമാർ സാറിനും
ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇങ്ങനെ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. കാരണം സാറാണ് ഈ ഇന്റർവ്യൂ PSC എക്സാം കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ ഒരു അറിവോ അല്ലെങ്കിൽ നമ്മളെ ഓർമ്മയോ ഒന്നല്ലല്ലോ അവിടെ പരീക്ഷിക്കണം. നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല്, നമ്മളെ അപ്പിയറൻസ് അതൊക്കെയാണ്. അപ്പൊ അതിലേക്ക് ഞങ്ങളെ കുറെ ആൾക്കാരെ സാറാണ് ട്രെയിൻ ചെയ്യിപ്പിച്ച് അയച്ചത്. അപ്പൊ സാറിനുള്ള നന്ദിയും ഇതോടൊപ്പം തന്നെ അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു എവരിബഡി. താങ്ക് യു ഡോക്ടർ സാഗർ. നിങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ 50% റൂള് വളരെ നല്ലൊരു ഐറ്റമാണ്. അതായത് ഒരു ഉത്തരവും അറിയത്തില്ല എങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക. രണ്ടുത്തരങ്ങൾ തെറ്റാണ്. രണ്ടുത്തരങ്ങളിലാണ് നമ്മുടെ ഓപ്ഷൻ എങ്കിൽ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ 50% അതായത് 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 ശരിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ 10 ക്വസ്റ്റ്യനിൽ 5 ശരിയായാൽ നമുക്ക് 5 മാർക്ക് കിട്ടുകയും നഷ്ടപ്പെടുന്നത് ഒന്നരയോ മാർക്കോ ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ചാൻസ് എടുക്കാൻ പറ്റും. അതൊരു ഐഡിയ ആണ്. അതുപോലെ തന്നെ സാഗർ ഡോക്ടർ പറഞ്ഞതുപോലെ പഠിക്കുക. ഒരാളെ നമ്മളൊരു കാര്യം പഠിച്ചിട്ട് അത് വേറൊരാളോട്, അയാൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ആളായിരിക്കും എങ്കിലും അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അത് ഹൃദിസ്ഥമാകും. അത് കഴിഞ്ഞ ദിവസം സനിശ്രീ ഡോക്ടറും അത് പറഞ്ഞിരുന്നു. സനിശ്രീ ഡോക്ടർ പറഞ്ഞത് അവരൊരു ഗ്രൂപ്പ് സ്റ്റഡി, ഒരു ഗ്രൂപ്പിൽ ഒരാൾ പഠിക്കുന്നു, എല്ലാവരും ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു. തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയാണ്. നമ്മളത് സക്സസിന്റെ ആദ്യകാലം മുതൽ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ക്ലാസ് എടുത്ത് പഠിക്കൂ. ക്ലാസ് എടുത്ത് ഒരു പോർഷൻ നിങ്ങൾക്ക് തീരെ അറിയത്തില്ലെങ്കിൽ അത് നിങ്ങൾ സക്സസിന്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നൊരു ക്ലാസ് എടുക്കൂ. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ തറവാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതൊരു ക്ലാസ് എടുക്കണമെന്നല്ല, എപ്പോഴും അല്ലാത്ത സമയങ്ങളിൽ കൂട്ടുകാരെ വിളിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ആ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ. അതുപോലെ പല പുതിയ കാര്യങ്ങളും, പ്രത്യേകിച്ച് സാഗർ ഡോക്ടർ ആദ്യം പറഞ്ഞത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ക്ലാസ്സിൽ BHMS പഠിക്കുമ്പോൾ അത്രയൊന്നും മുന്നിലല്ലായിരുന്നിട്ട് പോലും ആദ്യത്തെ PSC കൂടെ തന്നെ ഏറ്റവും മുന്നിലെത്താൻ, ഇല്ലെങ്കിൽ ആദ്യത്തെ വളരെ മുന്നിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അതുപോലെയുള്ള കാൻഡിഡേറ്റ്സിനും ഒരു ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് സാഗർ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ അരുമ പ്രകാശും പടിയാർ കോളേജിൽ നിന്നാണ് BHMS കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോ ഡൽഹി നെഹ്റു കോളേജിൽ PG ചെയ്യുന്നു. നെഹ്റു കോളേജിലൊക്കെ PG ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 1 lakhൽ കൂടുതൽ ഇന്റേൺഷിപ്പ് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അറിവ്. അജിത് കുമാർ ഡോക്ടറൊക്കെ അവിടെ PG ചെയ്തപ്പോഴുള്ള അനുഭവം എന്നോട് പറഞ്ഞിരുന്നു. എനിവേ, അരുമ ഡോക്ടർ റെഡിയല്ലേ? സാർ റെഡിയാണ്. ഓക്കെ, അരുമ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ കേൾക്കാം. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് സാറിനോട് നന്ദി പറയണം, അശോക് കുമാർ സാറിനോട്, എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞാൻ ഇപ്പോൾ ഇവിടെ PG ചെയ്യാണ്. സാറ് പറഞ്ഞ പോലെ ഡൽഹിയിൽ നെഹ്റുവിൽ PG ചെയ്യാണ്. ഓർഗനോണിലാണ് PG ചെയ്യണത്. എൻ്റെ വീട് മലപ്പുറത്താണ്. പിന്നെ അതേപോലെ ഞാൻ UG ചെയ്തത് പടിയാർ കോളേജിൽ നിന്നാണ്. ഞാൻ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണത് 2022 അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാനായിട്ട് സഹായിച്ചതിന് അച്ഛനോടും അമ്മോടും ഈശ്വരനോടൊക്കെ നന്ദി പറയണം. അതേപോലെ തന്നെ ഞാൻ നന്ദി പറയണത് എന്നെ പടിയാർ കോളേജിൽ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടും, പേരെടുത്ത് ആരുടെയും പറയുന്നില്ല, എല്ലാവരോടും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. പിന്നെ അതേപോലെ ഞാൻ PSCക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തത് IHMAയുടെ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്നെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത എല്ലാ സാർമാർക്കും നന്ദി പറയാണ്. അതേപോലെ എന്നെ ഇന്റർവ്യൂവിന് നല്ലപോലെ, എനിക്ക് ഇന്റർവ്യൂവിൽ മാക്സിമം മാർക്ക് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അശോക് കുമാർ സാറാണ്. ഇപ്പോൾ സാഗരേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മുടെ അറിവ് എന്നുള്ളതിന് ഉപരിയായിട്ട് എങ്ങനെ നമ്മൾ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാം. നമുക്കിപ്പോൾ ആ ക്വസ്റ്റ്യൻ അറിയില്ല എങ്കിലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ ഒരു അറ്റയർ, അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തന്നത്.
അപ്പൊ സാറിനോടും ഞാൻ നന്ദി പറയാണ്. ഞാന് എന്താ പറയാ, ഞാന് എങ്ങനെ PSCയിലേക്ക് ഞാന് എന്താന്ന് വെച്ചാല് 2022 ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഡിസംബറിലാണ് ഞാന് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണത്. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 30-ാം തീയതി. അപ്പൊ ആ സമയത്തെ PSCന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ജനുവരി 15-ാം തീയതി വരെയൊക്കെ എന്താ പറയാ, ഈ നമുക്ക് PSCക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റുമായിരുന്നുള്ളൂ. ആ സമയത്ത് എന്താന്ന് വെച്ചാൽ നമ്മള് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, PSCക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം, രജിസ്ട്രേഷൻ നമ്മുടെ നമ്പറും വേണം. അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ കിട്ടാണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് കുറച്ച് ടെൻഷൻ ആയിരുന്നു. കാരണം ഈ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമോ, കിട്ടാതിരുന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് കുറച്ച് ടെൻഷനായിരുന്നു. എന്തായാലും ഡിസംബർ 30-ാം തീയതി ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാനും അച്ഛനും കൂടിയിട്ട് തൃശ്ശൂർ പോണു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ പോയി ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ, അതായത് വിത്തിൻ ഈ ജനുവരി 15-ാം തീയതിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അവരോട് ഡയറക്റ്റ് പോയി സംസാരിച്ചിട്ടാണ് നമുക്ക് ഈ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടാൻ 1 മാസമൊക്കെ പിടിക്കും എന്നൊക്കെയാണ് നമ്മൾ പുറമേന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പൊ ആ സമയത്ത് തന്നെ എന്തോ ഈശ്വരനെ സഹായിച്ച് എനിക്ക് ഇപ്രാവശ്യത്തെ ഈ PSC എഴുതാൻ പറ്റിയത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് PGക്ക് പോണം അങ്ങനൊരു ആഗ്രഹം സത്യം പറയാന്ന് വെച്ചാല് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോ ഞാനിങ്ങനെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാംന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ PSC വരുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ മൈൻഡ് ഒന്ന് മാറണത്. അപ്പൊ മീൻസ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ PG എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. പക്ഷെ ഞങ്ങൾ പഠിച്ചിറങ്ങിയ സമയത്ത് എന്ന് പറയുമ്പോൾ PGയും വന്നു, PSCയും വന്നു. അപ്പൊ നമുക്ക് അങ്ങനെ 2 ഓപ്പർച്യൂണിറ്റി വരികയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ IHMയുടെ ഓഫ്‌ലൈൻ ക്ലാസ് നമ്മുടെ മലപ്പുറത്ത് ഒരു ഓഫ്‌ലൈൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുകയാണ്. അപ്പൊ ഞാനങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്യാണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്യണത്. അപ്പൊ പിന്നെ എന്താ എന്റെ ഒരു പ്രിപ്പറേഷനിൽ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ടൈം നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ളത്. അതായത് എക്സാം വരാനൊക്കെ ആയിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ എക്സാം ഡിക്ലെയർ ചെയ്യാണ്. ജൂണിൽ എക്സാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരികയാണ്. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ BHMS പഠിക്കുന്ന സമയത്താണെങ്കിലും എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതായത് നമ്മളിപ്പോ UGക്ക് പഠിക്കുന്ന തിയറി എക്സാം പാസ്സാവണ പോലെ നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കിട്ടാൻ തന്നെ എനിക്കൊരു 1-2 മാസം പിടിച്ചു. പിന്നെ അപ്പൊ തന്നെ എക്സാം ജൂണിൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തു PSC. അപ്പോ ഭയങ്കര എന്റെ ഒരു പ്രിപ്പറേഷനിൽ എനിക്ക് പറ്റിയൊരു ഫോൾട്ട് എന്നല്ല, ആ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് നോക്കി പോവുകയാണെന്നുണ്ടെങ്കില് കുറച്ച് എളുപ്പമായേനേന്ന് എനിക്ക് തോന്നി. എന്റേതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിപ്പോയി. ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ വെറുതെ ഒരു പെരിഫറിയിലുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയി പ്രിപ്പയർ ചെയ്യായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് PSCക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അത്യാവശ്യം സമയമുണ്ട്. ഇപ്പൊ തന്നെ മെല്ലെ മെല്ലെ ഓരോന്ന് നോക്കി പോവാണെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഈ ഷോർട്ട് ടൈമിൽ ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റും ഇങ്ങനെ പഠിച്ചു പോകുന്നോണ്ട് തന്നെ ഞാന് എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കരായിട്ട് ടെൻഷനായിപ്പോയി. പിന്നെ തീരെ കോൺഫിഡൻസ് ഇല്ലാണ്ടായിപ്പോയി. കാരണം എന്റെ മനസ്സിലിങ്ങനെ ഒരു തോട്ടാണ്, അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ശരിയായ രീതിയിലല്ല പഠിച്ചത് എന്നുള്ളൊരു സംഭവം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടന്നെ തീരെ കോൺഫിഡന്റ് അല്ലാണ്ട് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അപ്പൊ ആദ്യം തന്നെ ഞാന് നിങ്ങളോട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മാക്സിമം നമ്മള് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ അനാവശ്യ ആങ്സൈറ്റി ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എക്സാമിന് പോവാ. അപ്പൊ തന്നെ നമുക്ക് പഠിച്ച കാര്യങ്ങള് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതല്ലാണ്ട് നമ്മള് പോവാണെന്നുണ്ടെങ്കില് ചിലപ്പോ നമുക്ക് അറിയണ ക്വസ്റ്റ്യൻസ് പോലും ആൻസർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയണ ക്വസ്റ്റ്യൻസ് കാണുമ്പോ എല്ലാം മീൻസ് കൺഫ്യൂഷൻ ആയിപ്പോവും ഓപ്ഷൻസില്. അപ്പൊ മാക്സിമം ആ ഒരു ദിവസം മാക്സിമം നമ്മള് എന്ത് ചെയ്യാ, മാക്സിമം നമ്മള് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ തന്നെ പകുതി ക്വസ്റ്റ്യൻസും നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് എനിക്ക് പറ്റിയൊരു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്.
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് പൊതുവെ ഫോളോ ചെയ്ത മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IHMAന്റെ സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ PHFന്റെ സ്റ്റഡി മെറ്റീരിയൽ, പിന്നെ അലൈഡ് സബ്ജക്ട്സിന് ഞാൻ ഫോളോ ചെയ്തത് റോംസ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ സബ്ജക്റ്റും പഠിച്ചത് ഞാനൊന്ന് പറയാം. അപ്പം മെറ്റീരിയ മെഡിക്ക ആണെന്നുണ്ടെങ്കിൽ ഞാൻ കീനോട്ടും ബോറിക്കും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കീനോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം എന്താ പറയാ ഇത്ര ഡ്രഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് ഇങ്ങനെ A to Z നോക്കി, Z to A, പക്ഷെ A to Z ഒന്നും എനിക്ക് നോക്കിയിട്ട് A to Z വരെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫാമിലി വൈസ് പഠിക്കാൻ നോക്കി. ഓരോ ഫാമിലിയിലുള്ള ഡ്രഗ്സ് എടുത്തിട്ട് അങ്ങനെ പഠിക്കാൻ നോക്കി. പിന്നെ കുറെ കോംപ്ലിമെന്ററി ഡ്രഗ്സ് ആ ഒരു രീതിയിൽ ഞാൻ നോക്കി. അങ്ങനെ പല പല മെത്തേഡ്സും ഞാൻ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നോക്കി. പക്ഷെ എന്ത് വന്നാലും ഞാൻ മെറ്റീരിയ മെഡിക്ക എന്നും പഠിക്കുമായിരുന്നു. മെറ്റീരിയ മെഡിക്ക കീനോട്ട് എന്നും ഞാൻ ഡെയിലി ഞാൻ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഒരു ദിവസം നമ്മളിപ്പോ ഒരു 2 ഡ്രഗാ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 ഡ്രഗ്. പക്ഷെ പിന്നെ നമ്മൾ മുന്നത്തെ ദിവസം പഠിച്ച ഡ്രഗ് ഒന്ന് റിവൈസ് ചെയ്യണം. മെറ്റീരിയ മെഡിക്കേനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയ മെഡിക്കയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എക്സാക്ട് ആയിട്ട് കീനോട്ടിലെ സിംറ്റംസും ബോർക്കിലെ സിംറ്റംസും ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ മെറ്റീരിയ മെഡിക്ക നമ്മൾ നല്ലപോലെ പഠിക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണ്, നമ്മൾ നല്ലപോലെ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയ മെഡിക്ക നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ബോറിക്കാണ് ഞാൻ പഠിച്ചത്. ബോറിക്കിൽ ഞാൻ ഇതേപോലെ ഇറ്റാലിക്സും എന്താ പറയാ പാരഗ്രാഫും, അതും എനിക്ക് മുഴുവനൊന്നും എനിക്ക് ബോറിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബോറിക്കിൽ മാക്സിമം എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോളിക്രസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ സൾഫർ, ലൈക്കോപോഡി, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഡ്രഗ്സിനെ മാത്രം ഇതേപോലെ ഇറ്റാലിക്സും പാരഗ്രാഫും ഞാൻ നോക്കി പോയിട്ടുണ്ടായിരുന്നു. നാഷ്, കെന്റ് അങ്ങനത്തെ പയനീഴ്സിന്റെ ഒന്നും ബുക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 2 ബുക്കുമാണ് പഠിച്ചത്. ഇനിയിപ്പോ നമ്മൾ ബോറിക്കില് നമുക്കിപ്പം ഈ ബോറിക്ക് നോക്കി തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ പല സ്റ്റഡി മെറ്റീരിയൽസിലും നമുക്കിങ്ങനെ ഓരോരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് പഠിച്ചാലും മതി. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ മെറ്റീരിയ മെഡിക്ക പഠിച്ചത്. മെറ്റീരിയ മെഡിക്കയിൽ കീനോട്ട് പഠിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ UGയിൽ പഠിച്ച പോലെയല്ല, നമ്മൾ റിലേഷൻഷിപ്പ് പഠിക്കണം, പിന്നെ അതേപോലെ ബ്രാക്കറ്റിൽ കൊടുത്ത ഡ്രഗ്സ് ഒക്കെ പഠിക്കണം. മെറ്റീരിയ മെഡിക്കയിൽ ഇമ്പോർട്ടന്റ് ഇതാണ്, നമ്മൾ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്ത് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മയിൽ അത് ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. പിന്നെ ഓർഗനോളിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനോളിലും ഞാൻ അങ്ങനെ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതേപോലെ ഓരോ അഫോറിസത്തിലും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി പോവുക ചെയ്തത്. ഇതേപോലെ ഓർഗനോണിന്റെ പക്ഷെ നമുക്ക് ഇതേപോലെ മെറ്റീരിയ മെഡിക്കലെ പോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓർഗനോണിലെ എല്ലാ അഫോറിസംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുകയായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെന്റെ ഒരു ഫോൾട്ട് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇപ്പം അഫോറിസം 150 ഇൻഡിസ്പോസിഷൻ ആണ്, അപ്പൊ അഫോറിസം 70 മോറൽ റെമഡിയാണ്, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഓർഗനോൺ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓർഗനോണിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഓരോരോ പ്രിഫൈസ് ഉണ്ടാവുമല്ലോ, അപ്പൊ ഓരോ പ്രിഫൈസിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ പയ്യനേഴ്സിന്റെ ഹിസ്റ്ററിയിലും ഇതേപോലെ ഹനിമാന്റെ, കെന്റ്, ബോണിയസ്, ഹെറിങ്, ഇത്രയും ആൾക്കാരുടെ ഒരു ഹിസ്റ്ററി ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർഗനോണിൽ ഞാൻ ഇതൊക്കെയാണ് പഠിച്ചത്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ കൃത്യമായ രീതിയിൽ റിവൈസ് ചെയ്ത് പോകാനാണ്. ഹോമിയോപ്പതി സബ്ജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മളത് മറന്നും പോകും. അതാണ് ഈ ഹോമിയോപ്പതി സബ്ജക്ട്സിന് കുഴപ്പം. എനിക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഹോമിയോപ്പതി സബ്ജക്ട്സ് ആയിരുന്നു. അലൈഡ് സബ്ജക്ട്സ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതിൽ ഹോമിയോപ്പതി സബ്ജക്ട്സിൽ ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്ത് പോവുകയും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓർഗനോണിൽ കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ PGയിലാണെങ്കിലും ഓർഗനോണിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ റെപ്പട്രിയിൽ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിവാരി സാറിന്റെ ബുക്ക് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബേസിക് റെപ്പട്രീസിനെ പറ്റിയിട്ട് നല്ല ഐഡിയ നമുക്ക് വേണം. അതിലുള്ള ഓരോ സിംഗിൾ റെമഡി റൂബ്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ഇതേപോലെ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യാം. സിംഗിൾ റെമഡി റൂബ്രിക് ഒക്കെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഓർത്തെടുക്കാനൊക്കെ. നമ്മളിങ്ങനെ മാക്സിമം റിവൈസ് ചെയ്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് നല്ലപോലെ
ടൈമും ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമുക്ക് അതൊക്കെ പഠിച്ചു പോവാം. പിന്നെ അതേപോലെ റെപ്പർട്ടറിയിൽ മോഡേൺ റെപ്പർട്ടറീസ്, കാർഡ് റെപ്പർട്ടറീസ് അതൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻ പ്രോൺ ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി പോവാം. പിന്നെ ഹോമിയോപ്പതി സബ്ജക്റ്റിൽ ഇതേപോലെ ഫാർമസി ഞാൻ മണ്ഡൽ ആൻഡ് മണ്ഡൽ ബുക്കാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയാ പി എമ്മും അതേപോലെ അനാട്ടമി, ഫിസിയോളജി അങ്ങനെ ഈ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പം റെസ്പിറേറ്ററി സിസ്റ്റം ആണ് പഠിക്കണമെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ റെസ്പിറേറ്ററിന്റെ അനാറ്റമി പഠിക്കാം. ഇപ്പം ലങ്സിന്റെ അനാറ്റമിയിലുള്ള ഫീച്ചേഴ്സ് പഠിക്കാം. പിന്നെ അതിൽ ഫിസിയോളജിയിൽ ഉള്ള ടോപ്പിക്സ് പഠിക്കാം. ഇപ്പം എന്താണ് ടൈഡൽ വോളിയം, എന്താണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PMലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൂടുതലും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും PM പാർട്ടിൽ നിന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് തീരെ നോക്കിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് PM ഒന്നും പത്തോളജിന്നൊന്നും വന്ന ക്വസ്റ്റ്യൻസ് PSCയിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ആൻസർ ചെയ്യാനേ ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്ക് അറിയാം ഞാനത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ഇപ്പൊ തന്നെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ PMഉം പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 സബ്ജക്റ്റും നമുക്ക് ഒരുമിച്ചായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പൊ അനാട്ടമി ഒക്കെ നമ്മൾ UG ലെവലിൽ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത്രയും രീതിയിലൊന്നും നമ്മൾ അനാട്ടമി നോക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അനാട്ടമി ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ PMൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് അവിടെ ഭയങ്കര വീക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ PMഉം പത്തോളജിയൊന്നും തീരെ ഞാൻ ആൻസർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പേഴ്സണലി പറയാണ്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കാം. ഇപ്പൊ നമ്മൾ നീറ്റ് PGന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ MBBSകാരുടെ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ആൻസർ ചെയ്യാൻ പറ്റും. PM ആൻസർ ചെയ്യാൻ പറ്റാത്ത കേസൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ FM ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന സ്റ്റഡി മെറ്റീരിയലിലുള്ള പോയിന്റ്സ് നോക്കി പഠിച്ചാൽ മതി. അതെന്നൊക്കെയുള്ള പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ 12 സബ്ജക്ട്സ് നിന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ അതിനൊക്കെ വെയിറ്റേജ് കുറവായിരിക്കും. അപ്പം എത്രയ്ക്ക് അതായത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എത്രയ്ക്ക് നമ്മൾ പഠിച്ചാലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിനായിട്ട് പോവാൻ. നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ നമ്മൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം കുറച്ച് എന്തായിരിക്കും കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓർമ്മയിൽ വരില്ല നമുക്ക് കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് PSCയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനങ്ങനെ ടെക്നിക്ക് അങ്ങനെ രീതിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. അത് എന്താ പറയാ ഇപ്പം സാഗരേട്ടൻ പറഞ്ഞ പോലെ നമ്മളിപ്പം വോളിലൊക്കെ നമ്മൾ എഴുതി ഒട്ടിച്ച് പഠിച്ചു അങ്ങനെയൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇതേപോലെ ബുക്ക് അങ്ങ് ഫോളോ ചെയ്ത് അങ്ങനെ പഠിക്കുക ചെയ്തത്. പിന്നെ IHMന്റെ ക്ലാസ്സിന് പോയപ്പോൾ നോട്ട്സ് ഉണ്ടായിരുന്നു. അത് നോട്ട്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് അങ്ങനെ പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതേപോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോമിയോ ബുക്കിന്റെ ഒക്കെ സൈറ്റിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. അപ്പൊ അതിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ അതൊന്ന് ആൻസർ ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് എത്ര മാർക്കാ കിട്ടുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും വെച്ച് നോക്കും. ഓരോ ക്വസ്റ്റ്യൻസിലും നമുക്കിപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ആ 4 ഓപ്ഷൻസ് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ പലതും നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇന്ന ആൻസർ ആണെന്ന് നോക്കാണ്ട് ആ 4 ആൻസേഴ്സും ആ 4 ഓപ്ഷൻസിനെ പറ്റിയും കൂടി ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെലഗ്രാമിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് നോക്കാം. ഇതേപോലെ ന്യൂമോണിക്സ് ഒക്കെ ഞാൻ ഈ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PSCയിൽ എനിക്ക് തോന്നിയത് നമ്മൾ മാക്സിമം പോർഷൻസ് കവർ ചെയ്ത് അതായത് PMലൊക്കെ നല്ലോണം കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട്
പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഹോമിയോപ്പതി സബ്ജക്ട്സ് ആകുമ്പോൾ നമ്മൾ മാക്സിമം പഠിച്ച് മെമ്മറിയിൽ നിർത്തിയിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ PMും അനാട്ടമി ഫിസിയോളജി അങ്ങനത്തെ പത്തോളജി ഒക്കെ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ബേസ് വേണം, നല്ല കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതൊക്കെ നോക്കി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ സമയമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് വിചാരിക്കുന്ന രീതിയിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു ഡോക്ടറും. സാഗർ ഡോക്ടറും അരിമ ഡോക്ടറും ലൈനിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അവരോട് അധികമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ, അവർ പറയാതെ പോയ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും രണ്ടുപേരും പറഞ്ഞതെന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു മുൻകൂട്ടിയുള്ള പ്രിപ്പറേഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് നല്ലതാണ്. മുൻകൂട്ടി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുകയും അവസാന സമയമാകുമ്പോൾ, അതായത് ഏകദേശം എക്സാം നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ റിവിഷനിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പൊ ആ മെത്തേഡിലേക്ക് നിങ്ങൾ ഇപ്പോ നമ്മളുടെ പെയ്ഡ് ഗ്രൂപ്പുകളിൽ പോലും പലരും പൈസയൊക്കെ തന്നിട്ടുണ്ട്, ക്ലാസ് കേൾക്കാൻ മടി കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോരാ, കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴേ പഠിച്ച് തയ്യാറായിരിക്കുകയും എക്സാം നോട്ടിഫൈ ചെയ്ത് വരുമ്പോഴേക്കും പിന്നീട് ഒരു 6 മാസമൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം പരീക്ഷകളൊന്നും ഒത്തിരി നീണ്ടു പോകുന്നില്ല. എക്സാം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 4 5 ചിലപ്പോൾ മാക്സിമം 6 മാസമേ കിട്ടുള്ളൂ. ആ 6 മാസം കൊണ്ട് നമുക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ ജനുവരി 15 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ജൂണിൽ എക്സാം നടന്നു. അതായത് 5 മാസം സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പേ കാര്യങ്ങൾ തറവായി ഒരു സെറ്റ് പഠിച്ച് നമ്മൾ തയ്യാറായിരുന്നാൽ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് അവരിൽ നിന്ന് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ, സാഗർ ഡോക്ടറും ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, ഡോക്ടറോടും ചോദിക്കാം. സാഗർ ഡോക്ടറൊക്കെ BHMS കഴിഞ്ഞിട്ട് ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് PSC അറ്റൻഡ് ചെയ്തത്. അരിമ ഡോക്ടർ ഫ്രഷ് ഹാൻഡ് ആയിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ PSC എഴുതുകയായിരുന്നു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ടു കൂട്ടത്തിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു 3 4 വർഷം നിങ്ങൾ BHMS കഴിഞ്ഞിറങ്ങിയിട്ട് സമയമായി എന്നുള്ളത് ഒരിക്കലും ഒരു പഠനത്തിന് അല്ലെങ്കിൽ ആദ്യ റാങ്കുകളിൽ എത്തുന്നതിന് ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഈ രണ്ടുപേരുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അധികമായിട്ടൊന്നും ചോദിക്കാനില്ല എങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ധൈര്യമായിട്ട് ചോദിക്കൂ. എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങൾ ചോദിക്കൂ. ആരെങ്കിലും ഒരാൾ ചോദിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് കരുതുന്നു. അപ്പോൾ രണ്ടുപേരോടും, സാഗർ ഡോക്ടറോടും ഡോക്ടർ അരിമ പ്രകാശിനോടും ഉള്ള പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് അഡ്വൈസോ കിട്ടി സർവീസിലേക്ക് പോസ്റ്റിംഗ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.